അപ്പോൾ പതിവ് പോലെ ആതിര സരസ്വതുണ്ട് എനിക്കിപ്പം കാലാവസ്ഥ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. ആതിര, ഗുഡ് മോർണിംഗ്. ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ, എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഗുഡ് മോർണിംഗ് സേതു. പ്രേക്ഷകരെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മാപ്പ് പരിശോധിക്കാം. മാപ്പ് പരിശോധിച്ചാൽ ഇന്നും മഴ മുന്നറിയിപ്പുള്ള ഒരു ദിവസം തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി തുടങ്ങിയ ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതേസമയം വടക്കൻ ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. എങ്കിലും ഈ ഇടിമിന്നലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുൻകരുതലുകളൊക്കെ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. അതായത് അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തിന് സമീപമായ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ മഴ സജീവമാകാൻ പോകുന്നത്. സംസ്ഥാനത്തെ താപനില പരിശോധിക്കേണ്ടതുണ്ട്. താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ് വരെ അനുഭവപ്പെടാമെന്നാണ്. പുനലൂര്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഈ പുനലൂര് ഏറ്റവും കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാമെന്നുള്ളതാണ്. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില എത്തുന്നത് എന്നുള്ളതാണ്. ഇനി വടക്കൻ കേരളത്തിലെ താപനില പരിശോധിക്കുമ്പോൾ കോഴിക്കോട് 34 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ താപനിലയും കണ്ണൂർ 33 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ താപനിലയും ഉണ്ടാകുമെന്നാണ്. കാസർഗോഡ് 31 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ താപനില ആകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെ മഴ സജീവമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നാളെയും മറ്റന്നാളും ഒക്കെ മഴ മുന്നറിയിപ്പുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി സേതുലക്ഷ്മിയിലേക്ക്.